ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭാഗം ജസ്റ്റ് നിങ്ങൾ ഇവിടെ തന്നെ സ്കിപ്പ് ചെയ്യരുത് ദയവേത്. കാരണം ഞാൻ പല കമൻറ്റുകളും അങ്ങനെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ വീഡിയോ കാണുന്നില്ല, വീഡിയോ കാണാതെ വേഗം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്. വീഡിയോയിൽ A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, എന്നതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചൊക്കെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അപേക്ഷയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അത് മാത്രമല്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണ് റെയിൽവേക്ക് ബോധ്യമായാൽ നമ്മൾ ഡിബാർ ചെയ്യാനും സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇതിലേക്ക് സദേൺ റെയിൽവേയിലേക്കൊക്കെ വേക്കൻസി ഉണ്ട്. 5000 മുകളിലാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ നോക്കുക വേണ്ട. നിങ്ങൾക്ക് ഏത് യൂണിറ്റിലേക്ക് അപ്ലൈ ചെയ്യാം, എവിടെയാണ് കൂടുതൽ വേക്കൻസി, നമുക്ക് തിരുവനന്തപുരം ഉണ്ട്, ചെന്നൈ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് മലയാളം നമ്മുടെ കേരളത്തിലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന എക്സാം നമുക്ക് ആ ഒരു മീഡിയം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. കന്നഡ വെച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, കന്നഡ വെക്കാത്തവർക്കാണ് മാത്രമാണോ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയൊരു നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ എക്സാമൊക്കെ എഴുതി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തായിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് മാത്രമല്ല, ഡിബാർ ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റെയിൽവേയുടെ സമയം നമ്മൾ മെനക്കെടുത്തുന്ന പോലെയല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വളച്ചൊടിച്ച് അങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടൊന്നും ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. അതൊക്കെ അതിൽ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അതായത് ഇപ്പോൾ ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മാതൃക ഉണ്ട്, ആ സെയിം മാതൃക തന്നെ ആയിരിക്കണം. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്നാണ് എനിക്ക് നിങ്ങളോട് ദയവേത് പറയാനുള്ളത്. കാരണം നിങ്ങൾ അപേക്ഷകൾ തെറ്റ് വരുത്തരുത് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടാൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഇതിലേക്ക് പഠിച്ച് നിങ്ങൾ എക്സാം നിങ്ങൾ എഴുതി നിങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ആ രീതിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയാണ്, ഇതിലേക്കുള്ള ആ ഒരു സിലബസ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കയറിയ വീഡിയോസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ. ഇപ്പോൾ സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ്. 1/2024 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്കോ പൈലറ്റിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു കളർഫുൾ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു കവർ പേജൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തന്നെ നമ്മൾ പറയാം. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഡേറ്റ് ജനുവരി 20 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 19 വരെയാണ് സമയം. ഒരിക്കലും നിങ്ങൾ അവസാന സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. കാരണം സെർവർ ബിസിയാവും, നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റുകളൊന്നും ഇല്ലാതെ നിങ്ങൾ അപേക്ഷ നൽകുക. ഇനി എന്തെങ്കിലും തെറ്റുകൾ മോഡിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ, കറക്ഷൻ അതായത് എന്തെങ്കിലും തെറ്റുകൾ അത് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അത് മോഡിഫൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ റെയിൽവേ വെക്കുന്നുണ്ട്. ആ ഡേറ്റാണിത് 22, അതായത് ഫെബ്രുവരി 20 മുതൽ ഫെബ്രുവരി 29 വരെ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. പക്ഷേ നമുക്ക് വെറുതെ അങ്ങോട്ട് തരില്ല. 250 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ ചാർജ് കൊടുക്കണം, ഫൈൻ കൊടുക്കണം. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്യാഷും കളയണ്ട, വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കും വേണ്ട. നല്ല രീതിയിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിനുശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവില്ല, നിങ്ങൾക്കാണ് വേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ലിമിറ്റഡ് ആയിട്ടേ ചെയ്യുള്ളൂ കേട്ടോ, ഒരുപാട് അപേക്ഷകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ആദ്യം നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് ആദ്യം എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പേ ലെവൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇനീഷ്യൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19,900 വരുന്നത്. ഇതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ്. അതായത് നമുക്ക് 7ഓളം മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ്. അതിൽ A1 കാറ്റഗറിയിലാണ് ഈ പറയുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഏജ് പറയുന്നത് 1/7/2024 ആണ് കേട്ടോ. ഈ 1/7/2024 എന്ന് പറയുന്നത് ഈ ഡേറ്റിലേക്ക് മിനിമം നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി 56,996 വേക്കൻസിയാണ് കേട്ടോ. 56,000 എന്നല്ല, 5,696 56,000 എന്ന് ഞാൻ വായിച്ചു പോയതാണ്, 5,696 വേക്കൻസിയാണ്. ഓക്കെ,
ഇനിയിപ്പോൾ ഇതിൻ്റെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ റിവോഴ്സിലുള്ള വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, എക്സ് സർവീസ്മാനൊക്കെ. പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി, ആ ഡേറ്റിൻ്റെ അതിൻ്റെ ക്ലോസിങ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മളെന്താണ് എലിജിബിൾ ആയിരിക്കണം, നമ്മുടെ റിസൾട്ടൊക്കെ വന്നിരിക്കണം. അതായത് നമ്മളെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ നേടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം തന്നെ പറഞ്ഞു തന്നേക്കാം. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വിവിധ റീജിയൻ വൈസ് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ചെന്നൈ, നിങ്ങൾക്ക് ചെന്നൈയിലേക്ക് എന്ത് ചെയ്യാം, ചെന്നൈയുടെ ഒഫീഷ്യൽ പേജിൽ കയറിയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, സദേൺ റെയിൽവേൻ്റെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വിവിധ RRBs വന്നിട്ടുണ്ട്. RRBസിൻ്റെ ലിസ്റ്റൊക്കെ കാണിക്കാം, വെബ്സൈറ്റും കാണിക്കാം. ഒരു RRBയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു അപേക്ഷ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒന്നിലധികം അപേക്ഷ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും. അത് മാത്രമല്ല ഇത് നമ്മുടെ ഡിബാർ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അപേക്ഷ കൊടുത്തു, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, നിങ്ങൾ അത് തിരുത്താനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തിനാണ് തിരുത്തുക. ഇനി നമ്മൾ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, മൊബൈൽ നമ്പറും ഇമെയിലും ഐഡിയും കൊടുത്തിട്ട്. അത് നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയുള്ള ഡാറ്റാസാണ് നമുക്ക് തിരുത്താണ്ടാകുക. അപ്പോൾ അതും ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യാതെ വേറെ ഒരു അപേക്ഷ നിങ്ങൾ അതിന് പാരലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഡിബാർ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെ പോയിട്ട് ആ മണ്ടി പാഞ്ഞ് നമ്മളെന്താണ് ഒരു അപേക്ഷ കൊടുത്ത് അതിലെന്ത് പ്രശ്നമുണ്ട്, വേറൊരു ഇമെയിൽ ID വെച്ച് വേറൊരു അപേക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിക്കപ്പെട്ടാൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അതുമാത്രമല്ല ചിലപ്പോൾ ഈവൻ നമ്മളെന്ത് ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റാത്ത, നിശ്ചിത വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരട്ടോ. അത് നമ്മളെ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോസാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. 5K വ്യൂസിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. കാരണം ഇതൊക്കെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാകും, കാണാത്തവരാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ പറയാം. അപ്പോൾ അതിന് മുൻപ് വെരി ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്, ഇതെല്ലാവരും തെറ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. SC/ST OBC EWS EBC എന്ന് പറയും. അത് ഈ പറയുന്ന ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുള്ളവർക്കാണ്. അപ്പോൾ EWS വേറെ EBC വേറെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനൊക്കെ നിശ്ചിത ഫോമാറ്റുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന റിലാക്സേഷനൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പോസ്റ്റ് റിസർവേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. EBC എന്ന് പറയുന്നത് ഫീസിൽ ഒരു ഇളവുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോസ്റ്റ് റിസർവേഷൻ ഉണ്ടാവില്ല, ഫീസിൽ ഇളവുണ്ടാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ആർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ SC/ST OBC EWS ഇങ്ങനെയുള്ള കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ഈ പറയുന്ന അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഇല്ലേ, അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് February 19 അല്ലേ, നമ്മൾ പറഞ്ഞത്രയായിരുന്നു, February 19 അപ്പോൾ ആ February 19 ഉള്ളിൽ നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. February 19 കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എടുത്താൽ പോരാ എന്നുള്ളതാണ് ഇതിൻ്റെ റൂള്. അതായത് നമുക്ക് ആ ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു RRB ചൂസ് ചെയ്യാം. ആ RRBയിൽ തന്നെ നമുക്ക് റെയിൽവേ സോണുകൾ, ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം അല്ലെങ്കിൽ ചെന്നൈ ഒക്കെ അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രിഫറൻസ് അടിസ്ഥാനത്തിലേക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ഓൺലൈൻ ഫോമിൽ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ആദ്യം പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഒരുപാട് വലിയ നോട്ടിഫിക്കേഷനാണ്. ഏകദേശം നമുക്ക് എത്ര പേജ് ഉണ്ടെന്ന് വെച്ചാൽ 27 പേജ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയുന്നത്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്കെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PWD കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഒരു സ്യൂട്ടബിൾ അല്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അത് നമുക്ക് വിവിധ രീതിയിൽ ഒരുപാട് കാറ്റഗറീസ്, ഈ നാല് രീതിയിൽ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഏതൊക്കെ രീതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതായത് SSLC ഒരു 10th അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. 10th പാസ്സാണ്, പ്ലസ് ITI വേണം. അതായത് ഒന്നാമത്തെ നിങ്ങൾക്ക് ഞാനിവിടെ എഴുതി കാണിക്കാം, 10th പ്ലസ് നിങ്ങൾക്ക് ITI വേണം. ഓക്കെ, ITI ഏതൊക്കെ ട്രേഡാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് NCVT ആണെങ്കിലും SCVT ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ITI ഏതൊക്കെ ട്രേഡാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ട്രേഡാണ് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക് റേഡിയോ ആൻഡ് ടെലിവിഷൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്
മോട്ടോർ വെഹിക്കിൾ വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, അമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക്, ഡീസൽ, ഹീറ്റ് എൻജിൻ, ടേണർ, ദെൻ മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ നമ്മൾ സിവിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രാഫ്റ്റ്മാൻ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഈ ട്രേഡിലുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റീസ്ഷിപ്പും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ITI വേണമെന്നില്ല, മീൻസ് നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അപ്രൻറ്റീസ്ഷിപ്പ് ഉള്ളവർക്കും ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിലെ 10ാം ക്ലാസ്സും പ്ലസ് അപ്രൻറ്റീസ്ഷിപ്പും കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ രീതിയിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ 3 ഇയർ ഡിപ്ലോമ, അതായത് പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലൂടെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, അതായത് 10ാം ക്ലാസ്സും 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയും കഴിഞ്ഞവരാണെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഓർ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ എന്താണ് ബിരുദം, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ആ കോമ്പിനേഷനിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിൽ സ്ട്രീമിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദം, അത് BE or BTech കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അത് ITIൻ്റെ ആ ഒരു എന്താണ് ക്വാളിഫിക്കേഷന് ബദലായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെല്ലാം ഡിപ്ലോമയുടെ പറഞ്ഞല്ലോ, ഇവിടെ ഡിപ്ലോമയുടെ ഈ ഒരു അതിന് നമുക്ക് പകരമായിട്ടും ഇക്വലൻ്റ് ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഡിഗ്രി കഴിഞ്ഞവർക്ക് കേട്ടോ. ഡിഗ്രി മീൻസ് എഞ്ചിനീയറിംഗ് ബിരുദമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതേ സെയിം കാര്യം തന്നെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഒന്നും ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ, അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ഇപ്പം ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ബാക്കിയൊന്നും മറ്റേ വീഡിയോയിലില്ല. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇനി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ നിങ്ങൾ കാണാം പ്രത്യേകമായിട്ട്. ഇതൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു വീണ്ടും എന്താണ് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് വേറൊരു അപേക്ഷ കൊടുക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അപ്പോഴുള്ള പ്രശ്നമാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, കാണാൻ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഹു സബ്മിറ്റ് മോർ ദാൻ 1 ആപ്ലിക്കേഷൻ അഗെയിൻസ്റ്റ് ഈ പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ അപ്ലൈ ആണെങ്കിൽ, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് റിജക്റ്റ് ആവും. അത് എന്ത് ചെയ്യും, ആൻഡ് വിൽ ബി ഇവിടെ കാണാൻ ഡിബാർഡ് ഫ്രം ഓൾ ഫ്യൂച്ചർ എക്സാമിനേഷൻ ഓഫ് RRBs ആൻഡ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽസ്. ഓക്കെ, അപ്പോൾ RRCൻ്റെയും RRBയുടെയും പിന്നെ ഫ്യൂച്ചറായി നമുക്ക് ഭാവിയിലുള്ള ഒരു എന്താണ് എക്സാമിനേഷൻ എഴുതാൻ പറ്റാതെ നമ്മളെ ഡിബാർ ചെയ്യുന്നുള്ളതാണ് ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം വരും. അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക, തെറ്റായിട്ടുള്ള വിവരങ്ങളും കൊടുക്കരുത്. ഇനി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ അപേക്ഷാ ഫോമിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ നമ്മുടെ നെയിം, ഫാദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കണം. അത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 10th മാർക്ക് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിനെ ആസ്പദമാക്കി തന്നെ കൊടുക്കുക. ഓക്കെ, അതിൽ വേറെ നമ്മുടെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അതിലത്തെ രീതിയിലും കൊടുക്കരുത്. നമ്മുടെ 10th എങ്ങനെയാണോ നമ്മുടെ ഫാദറിൻ്റെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അതുപോലെ കൊടുക്കുക. ഓക്കെ, ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുന്ന സമയത്താണ് എന്തുണ്ടാകുക, മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുക. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം, അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ്. അപ്പോൾ A1ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ഈ പറയുന്ന ലോക്കോ പൈലറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത്, അത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് ആണ്. നമ്മൾക്ക് ഫിസിക്കലി നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ടായത് നമുക്ക് നിൽക്കാനും ചാടാനും ഓടാനും ഒക്കെ ഉള്ള ശേഷിയുള്ള ഫിസിക്കലി ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത വിഷൻ സ്റ്റാൻഡേർഡാണ്. ഇതാണ് അധികം നമ്മളെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണട വെച്ചവർക്ക് കൊടുക്കാൻ പറ്റും, വെക്കാത്തവർക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നിങ്ങൾക്ക് ഒന്നാമത് ഡിസ്റ്റൻറ്റ് വിഷനാണ്. ഡിസ്റ്റൻറ്റ് വിഷൻ നമുക്ക് 6x6 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഓക്കെ, നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താണ്, ഗ്ലാസ് ഇല്ലാതെ ഡിസ്റ്റൻറ്റ് വിഷനിൽ നമുക്ക് 6x6 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു ഫോഗിൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിന് അടുത്ത് നമുക്ക് നിയർ വിഷനാണ്. നിയർ വിഷൻ നമുക്ക് വരുന്നത് 0.6 വിത്തൗട്ട് ഗ്ലാസ് തന്നെയാണ്. ഇതിൽ നമുക്ക് ഗ്ലാസ് വെക്കാൻ പറ്റില്ല.
ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ A1 എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന ഗ്ലാസ് വെക്കാൻ പാടില്ല. അതായത് നമുക്ക് കറക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം. ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള വിഷൻ അല്ല വേണ്ടത്, നമുക്ക് ഗ്ലാസ് ഇല്ലാതെയാണ് വിഷൻ വേണ്ടത്. അപ്പോൾ ഗ്ലാസ് വെച്ചവർക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് വേറെ രക്ഷയില്ല, നമുക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഈ പറയുന്ന കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നൈറ്റ് വിഷൻ, ഇതിനൊക്കെ നമുക്ക് എന്താണ് കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പാസ്സാവണം. ഓക്കെ. ഇതുണ്ടാകും എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കുമ്പോഴാണ് നമ്മൾ മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ എക്സാമിനേഷൻ ഫീ ആണ്. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ് വരുന്നത്. റീഫണ്ട് കിട്ടും. അത് ഈ പറയുന്ന കാറ്റഗറി, അതായത് ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 500 രൂപയാണ് ഫീ വരിക. 400 രൂപ എന്ത് ചെയ്യും, അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫസ്റ്റ് സ്റ്റേജിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവർ എഴുതി കഴിഞ്ഞാൽ 400 രൂപ റീഫണ്ട് കിട്ടും. 100 രൂപയെ നമുക്ക് അപേക്ഷ ഫീസായിട്ട് വരുന്നുള്ളൂ. 500 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനീഷ്യലി നമ്മൾ കൊടുക്കേണ്ടത് 500 രൂപയാണ്. എന്നാൽ SC ST അതുപോലെ എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, വിമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, അതുപോലെ ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെയുള്ള വിഭാഗക്കാർ, അതുപോലെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ കുറഞ്ഞ വരുമാനമുള്ള BPL ഒക്കെ അങ്ങനെയുള്ള ആ ഒരു കാർഡൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് ഒക്കെ എന്താണ് 250 രൂപയാണ് ഫീ കൊടുക്കേണ്ടത്. ഓക്കെ. ആ 250 രൂപയാണ് അവർ ഫീ അടയ്ക്കേണ്ടത്. ആ 250 എന്ത് ചെയ്യും, അവർക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യത്തെ എഴുതി കഴിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിക്കോളും. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യും, അത് ഈ പറയുന്ന റീഫണ്ട് ലഭിക്കും. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പം കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കൺഫ്യൂഷൻ ഉള്ളവരിത് കേട്ടാൽ മതി, അല്ലാതൊരു സ്കിപ്പ് ചെയ്ത് പോകാം. അതായത് ഇപ്പോൾ SC ST എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് അതൊക്കെ നമ്മൾ പറയും കേട്ടോ. ഹിന്ദു അല്ല, മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയിട്ടുള്ള മതവിഭാഗമാണ്, മൈനോറിറ്റി റിലീജിയൻ ഉണ്ട്. അങ്ങനെയുള്ള വിഭാഗക്കാരും എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, BPL കാർഡൊക്കെ ഉള്ള അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ആ 250 നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തിരിച്ചു നൽകും. എന്നാൽ ഇതിൽ പെടാത്ത, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടല്ലോ, അതായത് മെയിൽ കാൻഡിഡേറ്റ്സ്, അതായത് പുരുഷന്മാരിൽ ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, 500 രൂപ എന്ത് ചെയ്യണം, അവർ ഫീ അടയ്ക്കണം. ഈ 500 എന്ത് ചെയ്യും, 400 അവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യത്തെ എഴുതി കഴിഞ്ഞാൽ അവരുടെ റീഫണ്ട് 400 രൂപ ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന റീഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് 2 ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാതെ നമുക്ക് എന്ത് കിട്ടില്ല, റീഫണ്ട് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് മൈനോറിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, അങ്ങനെയുള്ള കുറച്ച് പാർസി, ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊന്നും എന്താണ് 250 രൂപ അതിൻ്റെ ഫീ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൈനോറിറ്റി കമ്മ്യൂണിറ്റി അവകാശപ്പെട്ട് നമ്മൾ ആ എന്താണ് ഫീ റിലാക്സേഷൻ നമ്മൾ എന്താണ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ഒരു അഫിഡവിറ്റ് നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാവുന്ന പോകുന്ന കാര്യങ്ങൾ. കാരണം ഈ മൈനോറിറ്റി സ്കീമിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് എന്താണ് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കാൻഡിഡേച്ചർ ഇത് അവിടെ നിൽക്കണം റിജക്റ്റഡ് എന്ന് ഇവിടെ അത് റിജക്റ്റ് ആവുന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന മൈനോറിറ്റി അവകാശപ്പെട്ട് നമ്മൾ 250 രൂപ 500 രൂപ ഫീയിൽ 250 വെച്ച് നമ്മൾ അടിച്ചാൽ ആ 250 നമുക്ക് റീഫണ്ട് ലഭിക്കും. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു അഫിഡവിറ്റ്, അതിൻ്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡിക്ലറേഷൻ്റെ ഒരു അഫിഡവിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഓക്കെ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സമയത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അവരോട് അന്വേഷിച്ചാൽ മതി. ഇതിപ്പം നമ്മൾ റെഡി ആക്കണ്ട, നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്താണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്നും മറന്നു പോകരുത്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഇനി അടുത്തൊരു കണ്ടീഷൻ വെച്ചാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ OBC എന്താണ് കാറ്റഗറി വെച്ചിട്ടാണ് നമുക്ക് എന്താണ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റിൽ ആ ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിലുള്ള OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും, റിജക്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ ഇതിലുണ്ട്, ഒക്കെ ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ OBC കാൻഡിഡേറ്റ്സിന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതായത് ഒന്ന് നമ്മൾ എന്താണ് താലൂക്ക് ഇഷ്യൂ ചെയ്ത് വാങ്ങണം, അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ മാത്രമേ നിങ്ങൾ തയ്യാറാക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫോർമാറ്റ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്, ഫില്ല് ചെയ്തിട്ട് ആ 2 സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ.
അതേപോലെ SC/ST ആണെങ്കിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണ് അതിൻ്റെ ഒക്കെ ഫോർമാറ്റ് ഞാൻ ഇതിൽ കാണിക്കാം. ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു RRBയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെന്നൈ ആണെങ്കിൽ ചെന്നൈ, അല്ലെങ്കിൽ പറയുന്ന ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് അനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇനി അതിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് CBT ഉണ്ടായിരിക്കും. ഓക്കെ, CBT 1 എന്നാണ് പറയുക. പിന്നെ രണ്ടാമത്തെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് CBT 2 ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, CB80 എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു 5 ഘട്ടങ്ങളാണ് ഇതിലേക്കുള്ള സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കോൾ ലെറ്റർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് RRBൻ്റെ സൈറ്റിലും ഉണ്ടായിരിക്കും, SMS ഇമെയിൽ വഴി നമുക്ക് അറിയിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സിലബസിനെ കുറിച്ചിട്ടും ഇതിൽ പഠിക്കാൻ പറ്റുന്ന നല്ല ബുക്കുകളുണ്ട്, അതിനൊക്കെ കുറിച്ച് നമ്മൾ വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ്. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുമ്പോൾ 2-3 ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഒന്നെന്താണെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള നല്ല കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ റെഡിയാക്കി വെക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾ എടുക്കുക. പഴയ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, വൈറ്റ് ആയിരിക്കണം. JPG ഫോർമാറ്റാണ്. 30 KB-യുടെയും 70 KB-യുടെ ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പം ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതേ സെയിം ഫോട്ടോയുടെ ഒരു 12 കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് എന്താണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആവശ്യം വരും. സെയിം കോപ്പി തന്നെ വേണം. അപ്പം പിന്നീട് നമ്മൾ അതിന് ഓടാൻ നിൽക്കണ്ട. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുത്ത് റെഡിയാക്കി വെക്കുക. എപ്പോൾ വേണമെങ്കിലും കോപ്പി എടുക്കാനുള്ള രീതിയിൽ ആദ്യം തന്നെ 12 എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളടുത്ത് സോഫ്റ്റ് കോപ്പി ഉണ്ടാൽ മതി. അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിങ്ങൾ പറഞ്ഞ് റെഡിയാക്കി വെച്ചത് പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ അവർ തന്നെ എടുത്തു തരും. ഓക്കെ, അപ്പോൾ 12 നമ്മളടുത്ത് ഉണ്ടാണെന്നുള്ളതാണ്. സെയിം ഫോട്ടോ തന്നെ വേണമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ സ്കാൻഡ് നമ്മുടെ എന്താണ് സിഗ്നേച്ചറാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ സിഗ്നേച്ചർ വേണം. ഇതിൽ നിങ്ങൾക്ക് ഇതാ 30 to 70 KB ആണ് അതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. പിന്നെ SC/ST സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന കാറ്റഗറിക്ക് മാത്രം മതി കേട്ടോ. അതായത് ഇങ്ങനെ ആവശ്യമുള്ളവർ, അതായത് നമുക്ക് ട്രെയിൻ, അതായത് കുറച്ച് ദൂരെ നിന്നൊക്കെ ട്രെയിൻ ഫെയർ ഒക്കെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അതായത് നമുക്ക് അതിനുള്ള ആ ഒരു ക്യാഷ് നമുക്ക് റെയിൽവേ തരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു എന്താണ് കൺസെഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് SC/ST സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ PDF ഫോർമാറ്റിൽ 500 KB കൂടാൻ പാടില്ല. അതും അതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അതായത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഫ്രീ പാസ് കിട്ടേണ്ട ഉദ്യോഗാർത്ഥികൾ മാത്രം. ഓക്കെ, ഫ്രീ പാസ് കിട്ടേണ്ട വേണ്ട ഉദ്യോഗാർത്ഥികൾ മാത്രം അത് ചെയ്താൽ മതി. ബാക്കിയുള്ളവർ SC/STൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി RRBസിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഓരോന്നിൻ്റെ അഡ്രസ്സ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ചെന്നൈ. നിങ്ങളിവിടെ നോക്കിയാൽ മതി. എവിടെ ചെന്നൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് CBT 1ഉം CBT 2ഉം നമുക്ക് എന്താണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതോടൊപ്പം തന്നെ 13 റീജിയണൽ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പറയുന്ന മലയാളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, മലയാളം നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഏത് ലാംഗ്വേജാണ് CBT 1ഉം 2ഉം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലും ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ മലയാളത്തിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചാൽ മലയാളത്തിലും ഉണ്ടാവും. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ വേക്കൻസി ആണ് കൊടുക്കുന്നത്. അത് സോൺ വൈസ് വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ചെന്നൈ ടോട്ടൽ വേക്കൻസി 148 വേക്കൻസിയാണ്. പിന്നെ വരുന്നത് തിരുവനന്തപുരം നിങ്ങൾക്ക് കാണാം 70 വേക്കൻസിയാണ് കേട്ടോ, തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കിവിടെ കാണാം RRB തിരുവനന്തപുരം വരുന്നത് നമുക്ക് 70 വേക്കൻസിയാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ SC/ST OBCക്ക് എത്ര വേക്കൻസി നിങ്ങൾ നോക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെ വരുന്നത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും അപ്ലൈ ചെയ്യാം. അപ്പം ബാംഗ്ലൂരൊക്കെ 473 വരുന്നുണ്ട്. പിന്നെ അപ്പം കൂടുതൽ വേക്കൻസി ഉള്ളവർക്ക് കൂടുതൽ എന്താണ് അപേക്ഷയും ഉണ്ടാവും കേട്ടോ. അതിനനുസരിച്ച് മുംബൈയിൽ 411. ഓക്കെ, പിന്നെ 589 വരുന്നത് സെക്കന്ദരാബാദിലൊക്കെയാണ്. ഓക്കെ, അതൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എന്താണ് ഇപ്പോൾ സദേൺ റീജിയൻ നമുക്കിവിടെ 70 വരുന്നത് നമ്മുടെ തിരുവനന്തപുരം. ഓക്കെ, പിന്നെ സദേൺ റീജിയനിൽ നമ്മുടെ ചെന്നൈ വരുന്നത് 148. ബാക്കിയുള്ള റീജിയനിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു RRBയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ സെയിം ഫോർമാറ്റ്, ഇതേ ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതിൽ വേറെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട് തയ്യാറാക്കണം. ഇതിന് അതോടൊപ്പം OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഇതാണ്. ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ 1 OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ്. ഇതും താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് വാങ്ങണം.
ഇതിൻ്റെ OBC കാൻഡിഡേറ്റ്സിൻ്റെ രണ്ടാമത്തെ OBC നോൺ ക്രിമിനൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു സെൽഫ് ഡിക്ലറേഷനാണ്. ഇത് നമ്മൾ തന്നെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ഇത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ സിഗ്നേച്ചർ, പേര്, ഇതൊക്കെ ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ട കാര്യമാണ്. ഈ 2 സർട്ടിഫിക്കറ്റ് OBC കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി നമ്മുടെ കയ്യിൽ വെക്കുക. ഇനി ഇവിടെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സില്ല EBC എന്ന് പറയുന്നത് OBCയും അല്ല EWSും അല്ല. ഇത് വേറെ തന്നെ ഒരു കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുന്നത്. EBCക്ക് യാതൊരുവിധ പോസ്റ്റ് റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് ഈ പറയുന്ന ഫീസ് ഇളവിലുണ്ടാവും. ഒരു 250 രൂപ ഫീ അടച്ചാൽ മതി. ഓക്കെ, ആ ഫീസ് ഇളവ് മാത്രം ഉണ്ടായിരിക്കും. ആ 250 റീഫണ്ട് ലഭിക്കും. അതാണ് EBC. അപ്പോൾ EBCൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളെ കാണാം സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ്, കാര്യങ്ങൾ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ തഹസിൽദാരടുത്ത് നിന്ന് നിങ്ങളത് ഇഷ്യൂ ചെയ്ത് വാങ്ങിയാൽ മതി EBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഫീ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഫീ റിലാക്സേഷനിലൂടെ, അതായത് മുസ്ലിം, അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്ത്യൻ, അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ, മൈനോറിറ്റി കാറ്റഗറിയിൽ നിങ്ങൾ ഫീ റിലാക്സേഷൻ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്താൽ മതി. ഇതൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ ഇടം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഫില്ല് ചെയ്ത് നിങ്ങൾ തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്താണ്, ഇപ്പോൾ നമുക്ക് 250 രൂപ കൊടുത്താൽ, മുസ്ലിം അതുപോലെ ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ അവർ 250 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 250 രൂപ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം. കാരണം നമ്മൾ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമ്മൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇതാ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം, സിഖ്, ഇതിലേതാഴ്ച ഓക്കെ അത് കൊടുക്കാം. ഓക്കെ, അതിൽ പെട്ടതാണ് എന്നുള്ളത് നമ്മൾ സെൽഫ് ഡിക്ലറേഷനാണ്. അപ്പോൾ ഈ ഫോം കയ്യിലുണ്ടായിരിക്കണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത്. പിന്നെ ഇത് നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതിരി, ഇതൊക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം. പിന്നെ എക്സ് സർവീസ്മാൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ്, ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് 19/1/2024 20/1/2024 ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് അവൈലബിൾ ആവും. അപ്പോൾ അതായത് നാളെ. അപ്പോൾ നമ്മൾ നാളെ എന്ത് ചെയ്യും, അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ ചെയ്യും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നാളെ, അത് ഈ വീഡിയോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ എന്ത് ചെയ്യും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ മാത്രമല്ല നമ്മൾ അതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇനി സിലബസിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കമൻറ്റുള്ള അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഉപകാരമാണോ ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.